ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി പോർഷനിൽ ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ലീവ് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്ലീവ് ഡിസൈനായിട്ട് ഞാൻ ഇവിടെ കാണിക്കുവാണ്. സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് ഞാൻ ഈ ഫ്രെയിം വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് കാണിക്കാവേ. ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുമോ, ഫിനിഷിങ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുന്നതോടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പ്രീവിയസ് വീഡിയോസ് ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഇതുപോലെ ഒരു സ്ലീവിലാണ് ചെയ്യുന്നത്. ഞാൻ ഒരു സ്ലീവ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് സ്ലീവ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒരു 7 ലൈൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രാഞ്ചസും സ്റ്റെംസും കുറച്ച് സ്പ്രെഡിങ്ങുമായിട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സെക്കൻഡ് സ്ലീവ് ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഫുള്ളി സ്റ്റിച്ച് ചെയ്തിട്ടില്ല. സ്ലീവ് ബോഡി പോർഷൻ ക്ലോസ് ചെയ്യാനുണ്ട് കേട്ടോ. സ്ലീവും നെക്കും ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്ലീവിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞിട്ട് ബോഡി പോർഷൻ ക്ലോസ് ചെയ്യും കേട്ടോ. അല്ല, ബോഡി പോർഷൻ ക്ലോസ് ചെയ്തിട്ട് ഫുള്ളി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ സ്ലീവിൽ വയ്ക്കാനായിട്ട് ഇതുപോലെ 10 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു മിഡിൽ പോർഷൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫ്രെയിം വെച്ച് നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ബ്ലാങ്കായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്ലീവിലില്ലേ എക്സ്ട്രാ ഒരു ക്ലോത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളി കവറായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രെയിം അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യാവേ. ഞാൻ ഫ്രെയിം അറ്റാച്ച് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രെയിം വെക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ വലിച്ചു പിടിക്കരുത് കേട്ടോ. അത് ഫ്രെയിമിൽ നിന്ന് ഇളകിപ്പോരും. അപ്പം ഫ്രെയിം വെച്ചതിന് ശേഷം പതിയെ ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ മെറ്റീരിയലിന് ഡാമേജ് വരാത്ത രീതിയിൽ പതിയെ വേണം ചെയ്തെടുക്കാൻ കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ മേളിൽ കാണുന്ന സ്ക്രൂ ഒന്ന് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ സ്ലീവിലാണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന്. സ്ലീവിൽ ഞാനിവിടെ 7 ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 6 ഇഞ്ചിലാണ് കേട്ടോ. 6 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. ഓരോ ലൈനും തമ്മിൽ ഓരോ ഇഞ്ച് ഗ്യാപ്പാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 7 ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ലൈനിലും നമുക്ക് ബാക്ക് സ്റ്റിച്ച് എടുത്ത് കട്ട് ബീഡ് വെച്ച് പോരാ. ഞാനിപ്പോൾ 2-3 ബീഡ് ഒന്നിച്ചാണ് കേട്ടോ വെക്കുന്നത്. അല്ല, ഓരോ ബീഡ് വീതം വേണമെങ്കിലും ചെയ്ത് പോരാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം നോക്കാവേ. ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ തന്നെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം ടോൺ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കട്ട് ബീഡ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഏതെന്ന് ഇപ്പോഴും നമുക്ക് കമൻറ്റ് വരാറുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതുപോലെയുള്ള അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. അപ്പം നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ബീഡ്സ് കോർക്കാൻ, നമ്മൾ ഷുഗർ ബീഡ്സ് വരെ നന്നായിട്ട് കോർക്കാൻ പറ്റുന്ന നീഡിലാണ് കേട്ടോ. നീഡിൽ നമ്പർ 12. അപ്പോൾ നീഡിൽ നമ്പർ 12 വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്താൽ നോക്കിയാലോ. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ലൈനും തമ്മിൽ 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഫുള്ളും കട്ട് ബീഡ് വെച്ച് ചെയ്ത് പോരാവേ. ഇവിടെ 2 മെത്തേഡും കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, 2-3 ബീഡ് ഒന്നിച്ച് വേണമെങ്കിലും ചെയ്ത് പോരാവേ. നമുക്ക് ഇങ്ങനെ ഓരോ ബീഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കോർത്ത ബീഡില്ലേ ഇതിനുള്ളിലൂടെ നീഡിൽ കോർത്ത് നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ. നീഡിൽ കോർത്തെടുത്തതിന് ശേഷം നമുക്കൊരു 3 ബീഡ് വേണമെങ്കിൽ 3 ബീഡ് ഒന്നിച്ച് വേണമെങ്കിലും ചെയ്ത് പോരാം. ഞാനിതിപ്പോൾ അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്ത് കഴിയും നമ്മൾ. അതുകൊണ്ട് 3 ബീഡ് എടുത്തിട്ടുണ്ടേ. കറക്റ്റ് നമുക്ക് എത്രയോ ലെങ്ത് വേണ്ടേ നോക്കിയിട്ട് നമുക്ക് അവിടേക്ക് നീഡിൽ താഴേക്ക് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റത്തെ ബീഡില്ലേ അതിനുള്ളിലൂടെ തന്നെയാണ് കേട്ടോ നമുക്ക് നീഡിൽ എടുക്കേണ്ടത്. പിന്നെ ഇതുപോലെ 3 ബീഡ് വീതം ചെയ്ത് പോരാ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മൾ ഓരോ ബീഡ് വീതം ചെയ്യുമ്പോൾ നമുക്ക് ആരി നീഡിൽ ചെയ്യുന്നില്ല ആ ഒരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ. ഓരോ ബീഡിനും ലോക്ക് വീണ് കിട്ടും. അതുകൊണ്ടാണ് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാ ലൈൻസും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് പോരേണ്ടത്.
ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളും ഈ ഒരു 7 ലൈന് ഞാൻ ഇതുപോലെ കട്ട് ബീഡ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ ബ്രാഞ്ചസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഷുഗർ ബീഡാണ് എടുക്കുന്നത്. 3 ഷുഗർ ബീഡ് വീതം ചെയ്ത് പോരുവാണ് ചെയ്യുന്നത്. ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റെംസും ഇതുപോലെ 3 ഷുഗർ ബീഡ് വീതം ചെറിയ ചെറിയ ബ്രാഞ്ചസും ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ വരുന്ന സ്പേസിലൊക്കെ ബാക്കി വരുന്ന സ്പേസിൽ നമുക്ക് സെയിം ടോണുള്ള കട്ട് ബീഡ് വെച്ച് സ്പ്രെഡിങ് കൂടെ കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. 2 സ്ലീവും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഞാനൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിന് പെയർ ചെയ്യുന്നത് പർപ്പിൾ കളർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹാങ്ങിങ് പർപ്പിൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ ഡിസൈനാണ്, ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.